ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറമ്പിൽ പിടിക ചന്തയിൽ പോയിട്ട് വാങ്ങിയ മീനാട്ടത്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ നല്ല പുഴമീൻ കിട്ടിയപ്പോൾ അത് വാങ്ങിട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. ഇപ്പം ഇതാ ഏകദേശമൊക്കെ നന്നാക്കി കഴിഞ്ഞു തുടങ്ങിയിട്ടാ. ഏട്ടനാട്ടത് ഇങ്ങനെ കല്ലുമ്മ ഉരച്ച് തരുന്നത്. പിന്നെ ഇതാ അമ്മ ഇവിടെ നന്നാക്കുന്നുണ്ട് കേട്ടാ. മീന് അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്. ഇത് നന്നായിട്ട് തൊലി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അത് മുരച്ചിട്ട് ഇതാട്ടെ എളുപ്പം. ഇപ്പം ഇതാ ഏകദേശമൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് ഉരച്ചിട്ട് കഴുകി വൃത്തിയാക്കല കേട്ടോ. ഇനി മീനിൽ നന്നായിട്ട് ഉപ്പിട്ടെടുത്തിട്ട് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകണം കേട്ടോ. ഇപ്പൊ ദാ അമ്മ നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉരച്ച് കഴുകുക കേട്ടോ. അമ്മ കേട്ടോ പുഴമീൻ്റെ കറി ഉണ്ടാക്കാനും പോകുന്നത്. അപ്പൊ ദാ കഴുകി വരട്ടോ. നന്നായിട്ട് വൃത്തിയിൽ തന്നെ കഴുകി എടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി എടുക്കട്ടെ. ഇനി ഇതാ ഒരു മൺചട്ടിയിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അപ്പൊ അതാ പുളിയും കൂടിയും പിഴിഞ്ഞൊഴിക്കുകയാണ്. ഈ കറിയിൽ പ്രത്യേകിച്ച് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും നമ്മൾ ഇടില്ല കേട്ടോ. അപ്പൊ ആ പുഴമീന്റെ ടേസ്റ്റ് തന്നെ മാറുവേ. അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാത്തത്. ഇത്ര മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമ്മൾ മീനെല്ലാം അതിലിട്ടെടുക്കുക കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പുഴമീന് കിട്ടിയ വെക്കാന്നൊന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതാ അമ്മ മീനുകളൊക്കെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ പുറത്തടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോ തീ കത്തിച്ച് മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇനി അത് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഒന്ന് അടുപ്പ് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി തുറന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടട്ടാ. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. കഴിഞ്ഞൊരു വീഡിയോയില് എല്ലാവരും അമ്മയെ കാണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതാണ് എൻ്റെ അമ്മ. അമ്മ ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ദാ നമ്മളെ പുഴമീന് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കറി റെഡി ആവട്ടാ. ഇതാ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.